അരുമ ഓമന. നെക്സ്റ്റ് അഴക് ഭംഗി. ഇരുൾ ഇരുട്ട്. ഉണ്ടു അല്ലെ, ഉണ്ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണ്ണുക അല്ലെ, ഭക്ഷിക്കുക. ഉണ്ടു ഭക്ഷിക്കുക, ഭക്ഷിച്ചു. ഉണ്ടു ഭക്ഷിച്ചു. ഉണ്ണുക ആണെങ്കിൽ ഭക്ഷിക്കുക. നെക്സ്റ്റ് കിങ്ങിണി ചെറിയ മണി. കിങ്ങിണി ചെറിയ മണി, കിങ്ങിണി. അടുത്ത എന്താണ്? നാളുകൾ. നാളുകൾ ദിവസങ്ങൾ. നാളുകൾ ദിവസങ്ങൾ. വിലസുക ശോഭിക്കുക. വിലസുക ശോഭിക്കുക. നെക്സ്റ്റ് വെട്ടം വെളിച്ചം. വെട്ടം വെളിച്ചം. എഴുതിയോ? അർത്ഥം കംപ്ലീറ്റ് ആയോ സെൽന? ഓക്കെ, അർത്ഥം കംപ്ലീറ്റ് ആയ കുട്ടികളൊന്ന് പറഞ്ഞേ. ഓക്കെ, എല്ലാം എഴുതി കഴിഞ്ഞോ? ഓക്കെ. ആദ്യത്തെ ഉറക്കം വരുന്നുണ്ടോ മോനെ? ഇല്ലേ? ഓക്കെ. അപ്പൊ അത്രയാണ് അർത്ഥം അല്ലെ. അടുത്ത എന്താണ് പഠന പ്രവർത്തനങ്ങള്? അടുത്തത് പദം പരിചയപ്പെടാന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് അല്ലെ. നെക്സ്റ്റ് വൺ എന്താണ്? 2 ഉത്തരം എഴുതുക അല്ലെ. ഉത്തരം എഴുതുക, ഉത്തരം കണ്ടെത്തുക എന്നുള്ളതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വായിച്ചു നോക്കിയേ എല്ലാവരും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചേ, ആരാ വായിക്കുന്നത്? സെൽന ഒന്ന് വായിച്ചേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പല പല നാളുകൾ പുഴുവായി പവിഴക്കൂട്ടിലിറങ്ങിയതാര്? പല നാളുകൾ പുഴുവായി പവിഴക്കൂട്ടിൽ ഉറങ്ങിയത് ആര്? ആരാണ് പല നാളുകളിൽ പവിഴക്കൂട്ടിൽ ഉറങ്ങീന്? ആരാണ്? മുഹമ്മദ് ഫവാസ്. ഓക്കെ, പറഞ്ഞു. പൂമ്പാറ്റ അല്ലെ. ആരാണ്? പൂമ്പാറ്റയാണ് പല നാളുകൾ പുഴുവായി പവിഴക്കൂട്ടിൽ ഉറങ്ങിയത് അല്ലെ. പൂമ്പാറ്റയാണ് പല നാളുകൾ പുഴുവായി പവിഴക്കൂട്ടിൽ ഉറങ്ങിയത്. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ അല്ലെ. 2 പുഴു അരുമക്കിങ്ങിണി പോലെ കാറ്റത്ത് ഇളകി വീഴാതെ നിൽക്കുന്നത് എവിടെ? എവിടെയാണ്? ഇലയുടെ അരികിൽ. ഏതിന്റെ ഇലയാണ് പറഞ്ഞത് അതില് നമ്മളെ പാട്ടില്? ഏതിന്റെയാ? അരളിച്ചെടിയുടെ അല്ലേ. ഓക്കെ, അരളിച്ചെടിയുടെ ഇലക്കടിയിലാണ്. അരളിച്ചെടി ഒരു തരം ചെടിയാണ് അരളി. അറിയോ അരളീന? കണ്ടിട്ടുണ്ടോ? ഒരു ചെടിയാണ് കേട്ടോ അരളിച്ചെടി. അപ്പൊ അരളിച്ചെടിയുടെ ഇലക്കടിയിലാണ് പുഴു. ദൈവമേ, എന്തേ അജിസലെ കേൾക്കാത്തെ? ഇവിടെ എല്ലാവർക്കും കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. അപ്പോ അരളിച്ചെടിയുടെ ഇലക്കടിയിലാണ് പുഴു അരുമക്കിങ്ങിണി പോലെ അരുമക്കിങ്ങിണി പോലെ നിൽക്കുന്നത്. ആരോ ഒരാൾ അൺമ്യൂട്ടാണ്. ഫവാസെ ഒന്ന് മ്യൂട്ട് ചെയ്തേ. മുഹമ്മദ് ഫവാസ് ഒന്ന് മ്യൂട്ട് ചെയ്തേ. അപ്പോ എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? പുഴു അരുമക്കിങ്ങിണി പോലെ കാറ്റത്ത് ഇളകി വീഴാതെ നിൽക്കുന്നത് എവിടെ? അരളിച്ചെടിയുടെ ഇലക്കടിയിലാണ് പുഴു അരുമക്കിങ്ങിണി പോലെ നിൽക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആരാ വായിക്കുന്നേ? ബെനീറ്റിയ വായിക്ക്. തേർഡ് ക്വസ്റ്റ്യൻ. അൺമ്യൂട്ട് ചെയ്ത്. പൂമ്പാറ്റ വിടരുന്ന ചിറകുകൾ വീശി പുറത്തു വന്നത് എപ്പോൾ? പൂമ്പാറ്റ വിടരുന്ന ചിറകുകൾ വീശി പുറത്തു വന്നത് എപ്പോൾ? എപ്പോഴാണ്? ഓക്കെ, കറക്റ്റ്.
ഒരു നാൾ സൂര്യൻ ഉദിച്ചപ്പോഴാണ് പൂമ്പാറ്റ വിടരുന്ന ചിറകുകൾ വീശി പുറത്തു വന്നത് അല്ലെ. ഒരു നാൾ സൂര്യൻ ഉദിച്ചുണരുമ്പോൾ എന്നില്ലേ അതില് വിടരും ചിറകുകൾ വീശി. അപ്പൊ അതാണ് ഒരു നാൾ സൂര്യൻ ഉദിച്ചപ്പോഴാണ് പൂമ്പാറ്റ വിടരുന്ന ചിറകുകൾ വീശി പുറത്തു വന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യത്തെ വായിച്ചോ. ഉണ്ടത് എന്ത്? പനിനീർ പൂവിൽ ഇരുന്നു കൊണ്ട് പൂമ്പാറ്റ ഉണ്ടത് എന്ത്? എന്താണ് ഉണ്ടിന് റിലു? ഓക്കെ, പനിനീർ പൂവിൽ പൂമ്പാറ്റ പൂന്തേനാണ് ഉണ്ടത് അല്ലേ, പൂവിന്റെ തേൻ. ഓക്കെ, അപ്പോ പനിനീർ പൂവിൽ ഇരുന്നു കൊണ്ട് പൂമ്പാറ്റ പൂന്തേനാണ് ഉണ്ടത്. നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പൂവിൽ തുള്ളും പൂവ് എന്ന് ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? പൂവിൽ തുള്ളും പൂവ് എന്ന് ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? ആരെയാണ് അലൻ മാത്യു? ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? പൂവിൽ തുള്ളും പൂവത് പോലെ എന്ന് വിശേഷിപ്പിക്കുന്നത് പൂമ്പാറ്റയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ? ഓക്കെ, അപ്പോ അത്ര 5 ക്വസ്റ്റ്യൻ ആൻസർ ആണുള്ളത്. അത് മിസ് എഴുതി സെൻഡ് ചെയ്ത് തരും, തെറ്റിച്ചാരും എഴുതരുത്. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ എന്താണ്? ശ്രദ്ധിച്ചേ, മൂന്നാമത്തെ പഠന പ്രവർത്തനങ്ങളിൽ മൂന്നാമത്തത് മാതൃക പോലെ എഴുതുക അല്ലെ. മാതൃക പോലെ എഴുതുക. ഇരുൾ, ഇരുളും അല്ലെ. നെക്സ്റ്റ് രാവ്, എന്താണ് വരുക? മാതൃക പോലെ മാറ്റി എഴുതുമ്പോ എന്താ വരുക? ഇരുൾ, ഇരുളും. രാവ് എന്താ വരുക മക്കളെ? രാവും. എഴുതിക്കോ, രാവും. രാവ്, രാവും. രാവ്, രാവും. പകൽ, പകൽ, പകൽ. പകൽ, പകൽ. രാവും എഴുതുമ്പോ തെറ്റിക്കരുതേ, രാവും അല്ലെ. നെക്സ്റ്റ് പകൽ, പകലും അല്ലെ. എഴുതിക്കോ, പകലും. അകത്തെ, അകത്തും. പുറത്തെ, ഓക്കേ, പകൽ, പകലും. നോക്കി എഴുതണേ. ലും, പകലും. നെക്സ്റ്റ് അകത്തും അല്ലെ. അടുത്തത് എന്താണ്? അകത്തും, അകത്തും. ഓർഡറിൽ തന്നെ എഴുതണേ, മിസ്സസ് ആടും താഴേക്ക് എഴുതാൻ പറ്റാത്തോണ്ട് എഴുതാത്തത്. അകത്തും. ഞാൻ എഴുതുന്നത് ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അകത്തും അല്ലേ, അകത്തും. അകത്തും, അകത്തും. പുറത്ത്, പുറത്തും. പുറത്തും. മിസ് എഴുതിയ ഭംഗിയില്ല, മൗസ് കൊണ്ട് വിചാരിച്ച പോലെ നടക്കുന്നില്ല. ഒരു മിനിറ്റ് ഒന്നും കൂടെ ആക്കാം. ഓക്കെ, പുറത്തും. വൃത്തി എഴുതണേ, തെറ്റിക്കാതെ എഴുതണം. പുറത്തും ഊച്ചിനൂട്ടിട്ട് ഓക്കെ, പുറത്തും അല്ലേ. നെക്സ്റ്റ് എന്താണ്? നാലാമത്തത് പൂ ചേർത്ത് എഴുതുക അല്ലെ. മാതൃക കൊടുത്തിട്ടുണ്ട്. പൂ പ്ലസ് താലി എന്താണ്? പൂത്താലി അല്ലെ. പൂ പ്ലസ് താലി, പൂത്താലി അല്ലെ. അപ്പോ നെക്സ്റ്റ് പൂ
പ്ലസ് ചെടി അല്ലേ? പൂ പ്ലസ് ചെടി. സൽന എന്താ വീഡിയോ ഓഫ് ചെയ്ത്? പൂ പ്ലസ് ചെടി പൂച്ചെടി. ച എന്താവും? ഇരട്ടിക്കുവേ, ഇച്ച. ച ഇച്ച വരും. പൂച്ചെടി എഴുതാൻ അറിയോ എല്ലാവർക്കും? എഴുതരണോ? അപ്പൊ പൂന്ന് ഫസ്റ്റ് ഇടണം, എന്നിട്ട് പ്ലസ് ചെടി എന്നുള്ളത് കൂട്ടി ചേർത്തതാന്ന് മിസ് എഴുതുന്നേ. പൂന്നപ്പാ ചെടി ഇടുവാ എഴുതുവാ. പൂച്ചെടി എഴുതിയോ ഇവിടെ? പൂച്ചെടി. പൂച്ചെടി. ജോമൽ ജുവൽ എഴുതുന്നില്ലേ മോനെ? മക്കളെ എഴുത്, നോക്കി എഴുത്. ഓക്കെ. അജിസലിന് ഇപ്പൊ കേൾക്കുന്നുണ്ടോ? അജിസലിനെ? ഓക്കെ. പൂച്ചെടി. പൂ പ്ലസ് ചെടി പൂച്ചെടി. അത് കഴിഞ്ഞ് എന്താണ്? പൂ പ്ലസ് കളം, അന്നേരം എന്താവും? പൂക്കളം. ഇക്ക വരണേ. പൂക്കളം. പൂ ഇക്ക. പൂക്കളം. പൂക്കളം. നെക്സ്റ്റ് എന്താണ്? പൂ പ്ലസ് തുമ്പി പൂത്തുമ്പി. ഇത്ത പൂത്തുമ്പി. ഇത് എഴുതിയോ മക്കളെ? പൂ തുമ്പി പൂത്തുമ്പി. പൂ പ്ലസ് തുമ്പി പൂത്തുമ്പി. എഴുതുന്നില്ലേ എല്ലാവരും? ഫിനിഷ് ആയോ എല്ലാവർക്കും? യെസ്. ഓക്കെ. അപ്പൊ അത് നാലാമത്തത്. എല്ലാം എഴുതി 4 എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് പറയട്ടെ. അടുത്തത് ജോമൽ കഴിഞ്ഞോ? ഫിനിഷ് ആയോ? ഓക്കെ. ജുവലിനുമായി ജോമലിനുമായി. ആദിത് ഫിനിഷ് ആയോ? ഓക്കെ. നെക്സ്റ്റ് മുഹമ്മദ് ഷാൻ. ആ അതില് രണ്ടാമത്തെയും കണ്ട പൂമാല, പൂപ്പട്ടി, പൂവിൽ. ഏത്? ആ ആ അതുകൂടി ഉണ്ട്. അതിലെങ്ങനെയാന്ന്? ഇരട്ടിക്കുന്നില്ല. ആ അതെ. പൂ പ്ലസ് മാല. പക്ഷെ ശ്രദ്ധിക്കണം അത് എഴുതുമ്പോ. എന്തുകൊണ്ടാന്ന് അധികം മാതൃക കൊടുത്തിന് കണ്ടോ? പൂ പ്ലസ് മാല പൂമാല എന്നാവുന്നില്ല, പൂമാല. ഇരട്ടിക്കുന്നില്ല കേട്ടോ. ദ്വിത്വസന്ധി അല്ല. പൂ പ്ലസ് മാല പൂമാല എന്നേ ആവുന്നുള്ളൂ. അതുപോലെ പൂ പ്ലസ് വട്ടി പൂവട്ടി. അതിനൊന്നും മാറ്റം വരുന്നില്ല. അതന്നെ ചേർത്ത് എഴുതുന്നു, അത്രയേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ പാഠത്തിലൊക്കെ പഠിച്ച പോലെ അത് ചേർത്ത് എഴുതണം അല്ലേ? പൂ പ്ലസ് വട്ടി പൂവട്ടി. പൂ പ്ലസ് വിളി പൂവിളി. പൂ പ്ലസ് മരം പൂമരം അല്ലേ? ഓക്കെ. അത് എഴുതി തരണ്ടല്ലോ, ചേർത്ത് എഴുതുവേ വേണ്ടു. അപ്പൊ പൂ പ്ലസ് മരം പൂമരം ലാസ്റ്റ്. ബെനീറ്റ എഴുതിയോ? ബെനീറ്റ? ഓക്കെ. അതെല്ലാം എഴുതിയോ നിങ്ങളെവിടെ? ആ എന്നാ ഇനി അഞ്ചാമത്തത്. ഇഷ്ടപ്പെട്ട 4 വരികൾ എടുത്തെഴുതുക. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ട 4 വരികൾ എടുത്തെഴുതണം. നമ്മൾ ഇന്ന് ഈ പഠിച്ച ഞാൻ എന്ന വരികളിലെ കവിതയിലെ ഏത് വരികളാണ്
ഓ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചാൽ ആ 4 വരികൾ എടുത്ത് അവിടെ എഴുതണം. 4 വരി എഴുതാൻ സ്ഥലമില്ല നിങ്ങൾക്ക് അല്ലേ? 2 എണ്ണം എഴുതിക്കൊന്നാല്. 4 വരികൾ എഴുതുക എന്നാ പറയുന്നത്. ഏതാണ് ഇഷ്ടം നിങ്ങൾക്ക് ഇതിൽ 4 വരികളില്? ആരാ പറയുന്നേ? അതിൽ ഇഷ്ടമുള്ളത് ഹോംവർക്ക് തരാം. എഴുതിക്കോ കേട്ടോ 4 വരികള്. ഓക്കെ. അതുപോലെ നിങ്ങൾ അക്ഷരദീപം എഴുതുന്നുണ്ടോ മക്കളെ? ഇപ്പോ അക്ഷരദീപം ബുക്ക് നാളെ ലീവാണേ. എഴുതുന്നില്ല, അവിടെ വെച്ചു അല്ലേ പറയാത്തോണ്ട്. അപ്പൊ അക്ഷരദീപത്തിൽ ഏതുവരെ എത്തി എല്ലാവർക്കും? അപ്പൊ അക്ഷരദീപത്തിൽ നിങ്ങൾ ഇതുവരെ എഴുതിയതിന്റെ തുടർ പേജ് ഏതാണെന്ന് വെച്ചാ അത് ഒന്ന് ജസ്റ്റ് കാണിച്ചു തന്നാ മിസ് പറയായിരുന്നു. അപ്പൊ അത് നിങ്ങൾ അടുത്ത ദിവസം എഴുതണം കേട്ടോ. നാളെ ലീവാണ്, നിങ്ങൾക്ക് ക്ലാസ് ഇല്ലല്ലോ, അതുകൊണ്ട് എഴുതാൻ പറ്റും, സമയമുണ്ട് ഇഷ്ടം പോലെ. ഓക്കെ. ഇപ്പൊ അക്ഷരദീപത്തിൽ ഏതാണ്? ആരെങ്കിലും എടുത്തിട്ടുണ്ടോ ഇപ്പൊ അക്ഷരദീപം? കയ്യിലുണ്ടോ? ഓക്കെ, എടുത്ത് കാണിച്ചോ. ദീപം എഴുതിക്കോ. ഓക്കെ, നെക്സ്റ്റ് എഴുതുവാ. അപ്പൊ ഇന്ന് ആ 4 വരികള് വീട്ടിൽ പോയിട്ട് അമ്മ നിങ്ങൾ വീട്ടിൽ നിന്ന് എഴുതണം അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കെ. 4 വരികൾ എന്താ അതിന്റെ കാരണം എന്നും കൂടെ മിസ് ചോദിക്കും. അപ്പൊ ഏതാണ് നിങ്ങൾക്ക് 4 വരികൾ ഇഷ്ടം, ആ 4 വരികൾ എടുത്തെഴുതുക. പിന്നെ ക്രമത്തിൽ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? 6-മത്തത് ശ്രദ്ധിച്ചേ എല്ലാവരും. എവിടേക്ക്? പൂമ്പാറ്റയായി പുറത്തു വന്നു, പൂന്തേൻ ഉണ്ണുന്നത് വരെയുള്ള സംഭവങ്ങൾ ക്രമത്തിൽ എഴുതുക. കാറ്റത്ത് വീഴാതെ അരളിച്ചെടിയുടെ ഇലക്കടിയിൽ പറ്റി നിന്നു, പുഴുവായി പവിഴക്കൂട്ടിൽ ഉറങ്ങി, ഒരു നാൾ സൂര്യൻ ഉദിക്കുമ്പോൾ പൂമ്പാറ്റത്തളിരായി പുറത്തു വന്നു, ഇരുളും വെട്ടവും അറിയാതെ നാളുകൾ നീക്കി, പനിനീർ പൂവിൽ പറ്റിയിരുന്നു പൂന്തേൻ ഉണ്ട് കഴിഞ്ഞു. ഏതാണ് ഫസ്റ്റ് വേണ്ടത്? ഏതാണ് ഫസ്റ്റ് വേണ്ടത്? ഒന്നാമത്തേത് ആർക്ക് പറയാൻ പറ്റും? പുഴുവായി പവിഴക്കൂട്ടിൽ ഉറങ്ങി. ഓക്കെ, പുഴുവായി പവിഴക്കൂട്ടിൽ ഉറങ്ങി, അതാണ് ഒന്നാമത്തത് കേട്ടോ. ഹൈസേ കറക്റ്റ് ആണ്. പുഴുവായി പവിഴക്കൂട്ടിൽ ഉറങ്ങി ഒന്നാമത്തത്. 2 ഏതാ വരുവാ? ഇരുളും വെട്ടവും അറിയാതെ ഇരുളും വെട്ടവും അറിയാതെ നാളുകൾ നീക്കി. അല്ല, 3 ഏതാണ്? മൂന്നാമത്തത് അതിന്റെ ഓർഡറിൽ പറഞ്ഞാൽ മതി. നിങ്ങൾ പാട്ട് പാടണ്ട, അത് ഓർഡറിൽ പറഞ്ഞേ. ഏതാ ഇനി അടുത്ത വരുവാ? മൂന്നാമത്തത് ഏതാ? കാറ്റത്ത് വീഴാതെ അരളിച്ചെടിയുടെ ഇലക്കടിയിൽ പറ്റി നിന്നു അല്ലേ? കാറ്റത്ത് വീഴാതെ. അതിന് നമ്പർ ഇട്ട് വെക്കും. 1 നമ്പർ ഇട്ടോ അതിന്റെ സൈഡിനെ. നിങ്ങൾക്ക് പുഴുവായി പവിഴക്കൂട്ടിൽ ഉറങ്ങി ഒന്നാമത്തത് 1 എന്നിട്ടോ. 2 ഇരുളും വെട്ടവും അറിയാതെ നാളുകൾ നീക്കി 2. 3 കാറ്റത്ത് വീഴാതെ അരളിച്ചെടിയുടെ ഇലക്കടിയിൽ പറ്റി നിന്നു 3. നെക്സ്റ്റ് 4 എന്താണ്? ഒരു നാൾ ഉദിക്കുമ്പോൾ പൂമ്പാറ്റത്തളിരായി പുറത്തു വന്നു. ഒരു നാൾ സൂര്യൻ ഉദിക്കുമ്പോൾ പൂമ്പാറ്റത്തളിരായി പുറത്തു വന്നു, അത് 4. പിന്നെ 5 പനിനീർ പൂവിൽ പറ്റിയിരുന്ന് പൂന്തേൻ ഉണ്ട് കഴിഞ്ഞു അല്ലെ? ലാസ്റ്റ് കണ്ടോ ഇതില്? അതാണ് അടുത്തത് 5. അതിന് 5 എന്നിട്. പനിനീർ പൂവിൽ പറ്റിയിരുന്നു പൂന്തേൻ ഉണ്ട് കഴിഞ്ഞു. നെക്സ്റ്റ് 7 ഏതാ? 7-മത്തെ പ്രവർത്തനമാണ് അടുത്തത്. 4 എന്താണെന്നറിയോ? ഒരു നാൾ സൂര്യൻ ഉദിക്കുമ്പോൾ പൂമ്പാറ്റത്തളിരായി പുറത്തു വന്നു. അതിൽ 3-മത് കാണുന്നതാണ് 4-മത്തെ വേണ്ടത് ക്രമത്തിൽ എഴുതുമ്പോ. നെക്സ്റ്റ് 5-മത്തത് എന്താണെന്നറിയോ? പനിനീർ പൂവിൽ പറ്റിയിരുന്ന് പൂന്തേൻ ഉണ്ട് കഴിഞ്ഞു. അതായത് ലാസ്റ്റ്, അതിൽ കാണുന്ന ലാസ്റ്റ് ആണ് നമ്മുടെ ലാസ്റ്റ്. കറക്റ്റ് തന്നെ. അപ്പൊ ഇനി നിങ്ങൾ എന്ത് എഴുതണം? 5 നമ്പർ 5-മത്തെ. 1 2 3 4 5. ഓക്കെ,
അത് ഓർഡറിൽ കിട്ടിയില്ലേ നിങ്ങൾക്ക്? എല്ലാരും എഴുതിയില്ലേ? അപ്പൊ ലാസ്റ്റ് നെക്സ്റ്റ് പേജ് എന്താണ്? ചൊല്ലി രസിക്കാം അല്ലെ? ചൊല്ലി രസിക്കാം. എന്താണ്? പാടിയൊക്കെ എന്താ പാട്ട്? പൂവുകൾ തോറും തുള്ളി നടക്കും പൂവുകൾ തോറും തുള്ളി നടക്കും പുള്ളിക്കുപ്പായം. കുപ്പായത്തിലൊരാളുണ്ടല്ലോ നമ്മുടെ പൂമ്പാറ്റ. നിനക്കിതാരെ തുന്നിത്തന്നു പുള്ളിക്കുപ്പായം. മഞ്ഞപ്പൂമ്പൊടി പൂശി മിനുങ്ങും പുള്ളിക്കുപ്പായം. വെള്ളി വെളിച്ചം വീണു തിളങ്ങും പുള്ളിക്കുപ്പായം. മുള്ളുകൾ കൊണ്ടാൽ ചീന്തുകയില്ലേ പുള്ളിക്കുപ്പായം. മഴ പെയ്യുമ്പോൾ മായുകയില്ലേ പുള്ളികൾ പൂമ്പാറ്റ്. അതാണ് പാട്ട്. ചൊല്ലി രസിക്കാന്നാണ്. ഞാൻ മാത്രല്ല പാടേണ്ടത്, നിങ്ങളും കൂടെ പാടി രസിക്ക്. പാട്ട് പാടി നോക്ക് അല്ലേ? എന്താണ്? പൂവുകൾ തോറും തുള്ളി നടക്കും പുള്ളിക്കുപ്പായം. കുപ്പായത്തിലൊരാളുണ്ടല്ലോ നമ്മുടെ പൂമ്പാറ്റ. നിനക്കിതാരെ തുന്നിത്തന്നു പുള്ളിക്കുപ്പായം. മഞ്ഞപ്പൂമ്പൊടി പൂശി മിനുങ്ങും പുള്ളിക്കുപ്പായം. വെള്ളി വെളിച്ചം വീണു തിളങ്ങും പുള്ളിക്കുപ്പായം. മുള്ളുകൾ കൊണ്ടാൽ ചീറ്റുകയില്ലേ പുള്ളിക്കുപ്പായം. മഴ പെയ്യുമ്പോൾ മായുകയില്ലേ പുള്ളികൾ പൂമ്പാറ്റ്. ഇതാണ് പാട്ട്. എന്ത് ചെയ്യണം നിങ്ങള്? പാടി രസിക്കണേ, പാടി നോക്കണം. നെക്സ്റ്റ് 8ാമത്തെ പ്രവർത്തനം എന്താണ്? പൂമ്പാറ്റയുടെ ചിത്രം വരച്ച് നിറം കൊടുക്കുക. ആ ഡോട്ടിലെടുത്ത് നിങ്ങൾ ചിത്രം അതേപോലെ വരച്ച് അതിന് നല്ല ഭംഗിയുള്ള പൂമ്പാറ്റയാക്കണം അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഈ പാഠം നമ്മുടെ പാഠം കഴിഞ്ഞു അല്ലേ? 7ാമത്തെ ഞാൻ എന്ന പാഠം ഫുള്ള് കഴിഞ്ഞു. അപ്പൊ എല്ലാ മക്കളും നമ്മുടെ ഞാൻ എന്ന പാഠം നല്ലപോലെ വായിക്കണം. വായിച്ച് പഠിക്കണം. പിന്നെന്താണ്? ഈ പൂമ്പാറ്റയുടെ ചിത്രം വരച്ച് നിറം കൊടുക്കണം. 2 കാര്യങ്ങളുണ്ട്. പിന്നെന്താ ഉള്ളത്? ഇഷ്ടപ്പെട്ട 4 വരികൾ എടുത്തെഴുതുക അല്ലേ? എന്നിട്ട് മിസ് അതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കൊണ്ട് നിങ്ങൾ 4 വരികൾ എടുത്തെഴുതി അടുത്ത ദിവസത്തേക്ക് വരണം. ഓക്കെ, ബൈ. See you. Okay. Bye. Bye.